കരയെത്തുമ്പോൾ നൽകില്ലാത്തോ കരയും മറ്റവർ ആനന്ദേറ്റും ശാശ്വതമാങ്കരമുള്ളവരെല്ലാം അന്ത്യനിരത്തിൽ. ഇപ്പോൾ പോയ ആ ആംബുലൻസ് കണ്ടോ? അത് പള്ളിയിലേക്ക് പോയതാണ്. ഈ മരം മുറിച്ച പയ്യൻ മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീഴുകയും ആ പയ്യൻ മരണപ്പെടുകയും ചെയ്തു. എന്താല്ലേ? ആ പയ്യന് ഭാര്യ 2 പെൺകുട്ടികളും ഉണ്ട്. ചെറിയ കുട്ടികളാണ്, 4 വയസ്സും 3 വയസ്സുള്ള 2 പെൺകുട്ടികൾ. 30 വയസ്സിന് താഴെയാണ് അവൻ്റെ പ്രായം. അച്ഛനും അമ്മയുണ്ട്. ഒരു ഏക മകനായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, തലേന്ന് എത്ര സന്തോഷകരമായിട്ട് അവർ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്തെല്ലാം പരാതിയും പരിഭവങ്ങളും ആ ഭാര്യ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാത്തിനും അവനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. ഇന്നോ 6 അടി മണ്ണിൽ അവൻ ഒറ്റയ്ക്ക്. നിങ്ങളൊക്കെ ഭാര്യമാരെ, ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ദാരിദ്ര്യങ്ങളും മാറ്റിവെച്ച് അവർക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് നിങ്ങൾ യാത്രയാക്കാറുണ്ടോ? അവരിറങ്ങുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വിളിച്ചിട്ട് കാത്തോണേ, ആപത്തിലും അപകടത്തിലും പെടുത്താതെ നീ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? എന്തോ വല്ലാത്തൊരു സങ്കടം തോന്നി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ആ ഭാര്യയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കും ആ അച്ഛനും അമ്മയ്ക്കും ഇത് സഹിക്കാനുള്ള മനക്കരുത്ത് എൻ്റെ ഭഗവാൻ കൊടുക്കട്ടെ. ഇതല്ലാതെ നമുക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ.